ഓം നമോ നാരായണായ. ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം വരികളുടെ അർത്ഥമാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. മംഗളാചരണം. സകല ശുഗകുല വിമലത ലതിക കളേബരേ. അതായത് എല്ലാ തത്തകളോടും കൂട്ടത്തിൽ തിലകം പോലെ ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയ കിളിയെ, കാവ്യരസമാകുന്ന അമൃതിൻ്റെ മുഴുവൻ സാരാംശം ആയവളെ, ശ്രീരാമൻ്റെ വിശേഷപ്പെട്ട കഥകൾ വളരെ ആദരവോടെ എനിക്ക് പറഞ്ഞു തന്നാലും രാമൻ്റെ, അതായത് കാകുലതൻ്റെ ലീലകൾ എത്ര കേട്ടാലും എനിക്ക് കൊതി തീരുകയില്ല. തത്തപ്പൈതലോടെ വളരെ മനോഹരമായി രഘുകുലനാഥനായ ശ്രീരാമൻ്റെ കീർത്തി കേൾക്കുവാനായി എഴുത്തച്ഛൻ ചോദിച്ചതിനു ശേഷം മധുരമായി സംസാരിക്കുന്ന കിളിപ്പൈതൽ ഭംഗിയോടെ തൊഴുതുകൊണ്ട് കഥ പറയുവാൻ തുടങ്ങി. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. കാരുണ്യമൂർത്തിയായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധര. പാർവതി ദേവിയോട് മന്ദഹാസത്തോടെ പരമശിവൻ എങ്കിൽ കേട്ടുകൊള്ളുക എന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം. 100 യോജന വിസ്താരമുള്ള ഉപ്പു സമുദ്രത്തെ കടന്ന് ലങ്കയിൽ എത്തിച്ചേരാൻ ഹനുമാൻ, അതായത് മാരുതി, തയ്യാറായി. മനുഷ്യശ്രേഷ്ഠനായ ശ്രീരാമൻ്റെ താമരമലർ പോലുള്ള യുഗ്മങ്ങളെ സന്തോഷത്തോടെ മനസ്സിലുറപ്പിച്ച് നിശ്ചലമായി ധ്യാനിച്ചു. അതിരറ്റ ബലത്തോടു കൂടിയ ഹനുമാൻ വാനര ശ്രേഷ്ഠന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളുക, എൻ്റെ പിതാവായ വായു ഭഗവാനെ പോലെ ഞാൻ വാനിലൂടെ, അതായത് ആകാശത്തിലൂടെ വേഗത്തിൽ രാക്ഷസ രാജാവായ രാവണൻ്റെ ലങ്കയിലേക്ക് പോവുകയാണ്. അജൻ്റെ, അല്ലെങ്കിൽ ദശരഥൻ്റെ മകനായ ശ്രീരാമൻ്റെ അമ്പ് പോലെ വലിയ സാഹസത്തോടെ ചാടിക്കടന്നു തന്നെ ഞാൻ ശ്രീരാമപത്നിയെ ആയ സീതാദേവിയെ കാണും. എന്നിട്ട് ലോകനാഥനായ ശ്രീരാമനോട് വേഗത്തിൽ വിവരമറിയിക്കും. ഇന്ന് ഞാൻ ധന്യനായി കൃതാർത്ഥനായി തീർന്നു. ശരണാഗതരായ ജനങ്ങളുടെ ജനന മരണ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന നാമമുള്ള ജീവൻ പോകുന്ന അവസാന കാലത്ത് ആര് ചിന്തിക്കുന്നുവോ അവൻ ജനന മരണങ്ങളാകുന്ന സംസാരാഴിയെ വേഗത്തിൽ കടന്നു പോകുന്നു. അങ്ങനെയിരിക്കെ അങ്ങനെയുള്ള രാമൻ്റെ ദൂതനായ എനിക്കാണോ ഇത് സാധിക്കാത്തത്? തീർച്ചയായും സാധിക്കും. തന്നെയുമല്ല, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും രഘുപതിയായ ശ്രീരാമനുണ്ട്. അവിടുത്തെ കാവ്യമോതിരം എൻ്റെ തലയിലുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല. നിങ്ങളും പെട്ടെന്ന് തന്നെ ഈ സമുദ്രം കടക്കുന്നതിനായി വാനരശ്രേഷ്ഠന്മാരെ, അതിനാൽ നിങ്ങൾക്ക് ഒട്ടും പേടി വേണ്ട. വായുപുത്രനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു തൻ്റെ വാലും വളരെ ഉയർത്തിപ്പിടിച്ച് കൈകൾ രണ്ടും വിടർത്തി വീശിക്കൊണ്ട് തൻ്റെ വലിയ കഴുത്ത് നേരെയാക്കി ഉറപ്പിച്ചു നിർത്തി. കാൽമുട്ടുകൾ മടക്കി നിൽക്കുകയും അപ്പോൾ കണ്ണുകൾ മുകളിലേക്ക് ഉറപ്പിക്കുകയും ചെയ്തു. 10 മുഖനായ രാവണന്റെ ലങ്കാനഗരത്തിലേക്ക് തൻ്റെ മനസ്സുറപ്പിച്ച് തെക്കുദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് കുതിച്ചുയർന്നു ചാടി. അതിനുശേഷം വായുപുത്രനായ ഹനുമാൻ സർപ്പശ്രേഷ്ഠനെ പോലെ, അതായത് ഗരുഡനെ പോലെ ആകാശത്തിലൂടെ സൂര്യമണ്ഡലത്തിനു നേരെ എന്ന പോലെ പറന്നുയർന്നു പോകുന്ന സമയത്ത് ദേവന്മാരുടെ കൂട്ടം വായുപുത്രനായ ഹനുമാന്റെ ബലവും വേഗവും കണ്ട് അവനെ ഒന്ന് പരീക്ഷിക്കുന്നതിനായി അപ്പോൾ പരസ്പരം പറഞ്ഞു. സുരസ എന്ന നാഗമാതാവിനോട് ഹനുമാന്റെ സുഖകരമായ യാത്ര തടസ്സപ്പെടുത്തുവാൻ ദേവന്മാർ ആവശ്യപ്പെട്ടു. അതുകേട്ട് നാഗങ്ങളുടെ മാതാവായ സുരസ വേഗത്തിൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. വായുപുത്രന്റെ ബുദ്ധിയും ബലവും വേഗത്തിൽ മനസ്സിലാക്കുന്നതിനായി ഹനുമാന്റെ പോക്ക് സൂക്ഷ്മമായി കണ്ട് തടസ്സപ്പെടുത്തണം എന്ന ദേവന്മാരുടെ വാക്കുകേട്ട് അവൾ ആകാശമാർഗത്തിൽ വായുപുത്രന്റെ വേഗതയുള്ള യാത്ര മുടക്കുന്നതിനായി ചെന്ന് ഹനുമാന്റെ മുന്നിൽ വഴിമുടക്കി നിന്നു. വളരെ ഭയാനകമായ ശബ്ദത്തിൽ ഗർജിച്ചുകൊണ്ട് അവൾ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു: ഹൈ വാനരശ്രേഷ്ഠ, വഴിയിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ലേ? പേടിയില്ലാതെ ഈ വഴിയിലൂടെ വരുന്നവരെ തിന്നുന്നതിനായി എന്നെ പരമേശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ ദൈവവിധി അനുസരിച്ച് ഇന്നെനിക്ക് ലഭിച്ച ഭക്ഷണം നീയാണ്. ഓ വീര, എനിക്ക് വളരെ വിശക്കുന്നുണ്ടെന്ന് നീ ഓർക്കുക. അതിനാൽ എൻ്റെ വായുവിൻ്റെ ഗുഹയ്ക്കുള്ളിലേക്ക് നീ വേഗത്തിൽ പ്രവേശിച്ചാലും.
അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ച് നീ സമയം കളയണ്ട. സുരസ അന്ന് അത്രയും രസകരമായി വിരട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ധൈര്യത്തോടെ കേട്ട ശേഷം വായുപുത്രനായ ഹനുമാൻ മറുപടി പറഞ്ഞു. ഞാൻ സകല ലോകനാഥനും ദേവഗുരു സമാനുമായ ശ്രീരാമന്റെ കൽപ്പന പ്രകാരം എത്രയും വേഗത്തിൽ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുവാനായി പോവുകയാണ്. രാക്ഷസന്മാരുടെ നഗരമായ ലങ്കയിൽ വേഗത്തിൽ ചെന്ന് ദേവിയെ കണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ തിരികെ വരും. ജനക മഹാരാജാവിൻ്റെ മകളായ സീതയുടെ വിവരങ്ങൾ മുഴുവൻ മനസ്സിലാക്കി ചെന്ന് ശ്രീരാമസ്വാമിയോട് ഞാൻ വിവരമെല്ലാം അറിയിച്ചതിന് ശേഷം യാതൊരു പേടിയുമില്ലാതെ നിന്റെ വായുടെ ഗുഹയ്ക്കുള്ളിൽ പൂർണ്ണ താല്പര്യത്തോടെ ഞാൻ വന്ന് പ്രവേശിച്ചു കൊള്ളാം. കള്ളത്തരം എൻ്റെ മനസ്സിൽ ഒരല്പം പോലും ഇല്ല എന്ന് നീ അറിഞ്ഞാലും. അതിനാൽ ദേവി, എനിക്ക് വേഗത്തിൽ വഴി നൽകിയാലും നിനക്ക് നമസ്കാരം. അതിനുശേഷം വാനരശ്രേഷ്ഠനായ ഹനുമാനോട് അവളും പറഞ്ഞു, എനിക്ക് ദാഹവും വിശപ്പും ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല. നിന്റെ മനസ്സിൽ ഇതാണ് ഉറച്ച തീരുമാനമെങ്കിൽ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ബഹുമാനത്തോടെ വായു തുറന്നു കൊള്ളുക എന്ന് ഹനുമാൻ പറഞ്ഞു. ഹനുമാന്റെ ശരീരം ഒരു യോജന, ഏകദേശം 8 മൈൽ വലിപ്പമുള്ളതായി മാറി. അത് കണ്ടപ്പോൾ അതിനേക്കാൾ വലിയ വായോടെ ഒട്ടും മടിയില്ലാതെ അവൾ അതിശയകരമായി 5 യോജന വലിപ്പത്തിൽ വായു തുറന്നു. അത് കണ്ടപ്പോൾ വായുപുത്രൻ പെട്ടെന്ന് 10 യോജന വലിപ്പത്തിൽ ശരീരം വലുതാക്കി കാണിച്ചതിന് ശേഷം സുരസയും തൻ്റെ മനസ്സിൽ വലിയ അത്ഭുതത്തോടെ അപ്പോൾ 20 യോജന വിസ്താരത്തിൽ വായു തുറന്നു നിന്നു. അവളുടെ വായ് വളരെ വിസ്താരമുള്ളതായി എന്ന് കരുതി ഹനുമാൻ 30 യോജന വലിപ്പമുള്ള ശരീരമായി മാറി. അതുകൊണ്ട് അവൾ ഒട്ടും മടിയാതെ 50 യോജന വലിപ്പത്തിൽ വായു പിളർന്നു. ആ സമയത്ത് വായുപുത്രനായ ഹനുമാൻ അത്യധികം ചെറിയ ശരീരമുള്ളവനായി പെരുവിരലടയാളത്തോളം മാത്രം ചെറിയ രൂപമെടുത്ത് അവളുടെ വായിൽ പ്രവേശിച്ചു. അതിനുശേഷം തൻ്റെ വലിയ തപോബലം കൊണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ വായിൽ നിന്നും പുറത്തു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: സുന്ദരിയായവളെ, ദേവന്മാർക്ക് സന്തോഷം നൽകുന്നവളെ സുരസേ, ശുഭകാരിണി കേട്ടാലും, പരിശുദ്ധയായ നാഗങ്ങളുടെ മാതാവേ, നിനക്ക് നമസ്കാരം. ഇതാ നിന്റെ താമരമലർ പോലുള്ള പാദയുഗ്മങ്ങൾ തന്നെയാണ് എനിക്ക് ശരണം. ശാന്തസ്വരൂപിണിയായ ശരണമുള്ളവളെ, നിനക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. വാനരശ്രേഷ്ഠന്റെ വാക്കുകൾ കേട്ട് ആ സമയത്ത് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സുരസയും പറഞ്ഞു: നിനക്ക് വിജയമുണ്ടാകട്ടെ. അത്യന്തം സുഖമായി നീ പോയി പ്രിയതമയായ സീതയുടെ വിവരങ്ങൾ സന്തോഷത്തോടെ അന്വേഷിച്ചറിഞ്ഞ് ശ്രീരാമനോട് സകല കാര്യങ്ങളും അറിയിക്കുക. അവിടുത്തെ കോപം കൊണ്ട് രാക്ഷസക്കൂട്ടത്തോടെയെല്ലാം നശിപ്പിക്കുകയും വേണം. നിന്റെ ബലം, ബുദ്ധി, വേഗത എന്നിവ അളന്നു മനസ്സിലാക്കാൻ ദേവന്മാർ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. തൻ്റെ വിവരങ്ങൾ മുഴുവൻ ഹനുമാനോട് അറിയിച്ച ശേഷം സുരസ തിരികെ ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം വായുപുത്രനായ ഹനുമാൻ ഗരുഡനെ പോലെ ആകാശമാർഗത്തിൽ അതിവേഗം സമുദ്രത്തിന് മുകളിലൂടെ പറന്നു പോകുമ്പോൾ സമുദ്രരാജൻ പർവ്വതശ്രേഷ്ഠനായ മൈനാകനോട് ഇപ്രകാരം പറഞ്ഞു: നീ ചെന്ന് ആ വാനരശ്രേഷ്ഠനെ, അതായത് ഹനുമാനെ സൽക്കരിക്കണം. സഗര മഹാരാജാവിൻ്റെ പുത്രന്മാർ എന്നെ കുഴിച്ചു വലുതാക്കിയതുകൊണ്ട് എന്നെ എല്ലാവരും സാഗരമെന്ന് വിളിക്കുന്നു. ആ സഗരവംശത്തിൽ ജനിച്ച ശ്രീരാമസ്വാമിയുടെ കാര്യം സാധനയ്ക്ക് വേണ്ടിയാണ് ഈ ഹനുമാൻ പോകുന്നത്. വഴിമധ്യേ വിശ്രമിക്കാൻ ഹനുമാന് ഒരിടവുമില്ല. അതിനാൽ നീ പെട്ടെന്ന് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്ന് അവൻ്റെ ക്ഷീണം മാറ്റിക്കൊടുക്കണം. രത്നങ്ങളും സ്വർണവും നിറഞ്ഞ പരിശുദ്ധനായ മൈനാക പർവ്വതവും ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ഹനുമാനോട് പറഞ്ഞു: ഓ വാനരവീര, ഞാൻ ഹിമവാന്റെ മകനാണ്. എന്നെ മനസ്സിലാക്കിയാലും നീ എൻ്റെ മുകളിൽ ഇരുന്ന് യാത്രയുടെ ക്ഷീണമൊന്ന് മാറ്റിയാലും. സമുദ്രദേവൻ സന്തോഷത്തോടെ എന്നെ പറഞ്ഞയച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ക്ഷീണവും ദാഹവും മാറ്റിയിട്ട് നീ യാത്ര തുടർന്നു കൊള്ളുക. അമൃതിന് തുല്യമായ ജലവും അതിമധുരമുള്ള തേൻ പ്രവാഹവും നല്ല മധുരമുള്ള പഴങ്ങളും നീ കഴിച്ച് വിശപ്പടക്കിയാലും. വേണ്ട വേണ്ട, ശ്രീരാമന്റെ കാര്യത്തിനായി ഇറങ്ങി തിരിച്ചതിനാൽ വേഗത്തിൽ പോകുമ്പോൾ വഴിയിൽ താമസിക്കുവാൻ പാടില്ല. വഴിയിൽ വെച്ച് ആഹാരം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും വേറെയും കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചു വെക്കുന്നതും ശ്രീരാമന്റെ വലിയ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അനുചിതമാണ്. അവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ എനിക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതിനാൽ ഭയമില്ലാതെ വേഗത്തിൽ ഞാൻ പോകുന്നു.
നിന്റെ ഈ സ്നേഹപൂർവമായ സൽക്കാരം ഞാൻ സ്വീകരിച്ചതായി കരുതുന്നു. വായുപുത്രനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞ് തൻ്റെ കൈകൾ കൊണ്ട് മൈനാക പർവ്വതരാജനെ സ്നേഹത്തോടെ ഒന്ന് തലോടി യാത്രയാക്കി. വീണ്ടും ഹനുമാൻ കാറ്റിൻ്റെ വേഗത്തിൽ യാത്ര തുടർന്നു. ലങ്കാനഗരത്തിലേക്ക് അത്യന്തം വേഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിനുശേഷം സമുദ്രത്തിലെ വളരെ ആഴമുള്ള ഭാഗത്ത് ജീവിക്കുന്ന, എപ്പോഴും വസിക്കുന്ന ഛായാഗ്രാഹിണി എന്ന രാക്ഷസി, അതായത് സിംഹിക എന്ന രാക്ഷസി, കടലിനു മുകളിലൂടെ ഭംഗിയായി പറന്നു പോകുന്ന ഹനുമാന്റെ നിഴൽ പിടിച്ചു വെച്ച് വേഗത തടഞ്ഞു നിർത്തി. ആ സമയത്ത് എൻ്റെ യാത്ര ആരാണ് തടസ്സപ്പെടുത്തിയത് എന്ന് മനസ്സിൽ ആലോചിച്ച് ഹനുമാൻ താഴേക്ക് നോക്കി. അത്യധികം ഭയാനകമായ ശരീരമുള്ള ആ രാക്ഷസിയെ കണ്ട് വജ്രായുധത്തിന്റെ പ്രഹരം പോലെ പ്രഹരിച്ച് ഹനുമാൻ ആ ക്ഷണത്തിൽ തന്നെ അവളെ കൊന്നൊടുക്കി. ആകാശത്തിലൂടെ പോകുന്നവരുടെ നിഴൽ പിടിച്ചു നിർത്തി അവരെ തിന്നുന്ന ദുഷ്ടയായ സിംഹിക എന്ന രാക്ഷസിയെ വധിച്ചതിനു ശേഷം രാവണന്റെ നഗരമായ ലങ്കയിലേക്ക് വേഗത്തിൽ പോകുന്നതിനായി തെക്കുദിക്കിലേക്ക് നോക്കി ഹനുമാൻ വീണ്ടും കുതിച്ചുയർന്നു. അപ്പോഴേക്കും അസ്തമയ പർവ്വതത്തിന് മുകളിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് വാനരശ്രേഷ്ഠനായ ഹനുമാൻ മനോഹരമായ ലങ്കയുടെ ഗോപുരത്തിന് മുകളിലെത്തിച്ചേർന്നു. രാവണന്റെ ലങ്കാനഗരം അത്യധികം നിർമ്മലവും വളരെ വിശാലവുമായ ഇടമാണ്. തെക്കേ സമുദ്രത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന അത്യന്തം മനോഹരമായൊരിടം. ധാരാളം പഴങ്ങളും പൂക്കളും ഇലകളും നിറഞ്ഞ മരങ്ങൾ കൊണ്ട് സമ്പന്നമായത്, വള്ളിച്ചെടികൾ ചുറ്റിപ്പടർന്നതും പക്ഷികളുടെ മനോഹരമായ കളകൂജനവും നിറഞ്ഞതുമായൊരു ഇടം. രത്നങ്ങളും സ്വർണവും കൊണ്ട് നിർമ്മിച്ച ദേവലോകത്തിന് അമരാവതിക്ക് തുല്യവുമായ ലങ്ക. സമുദ്രമധ്യത്തിലെ ത്രികുടാചലം എന്ന പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ഹനുമാൻ കണ്ടു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവിയുടെ വിവരങ്ങൾ അറിയുന്നതിനായി സ്നേഹത്തോടെ ചെന്ന ഹനുമാൻ സമാനതകളില്ലാത്ത ആ ലങ്കാനഗരം കണ്ടു. സ്വർണം കൊണ്ട് നിർമ്മിച്ച ഉയർന്ന മതിലുകളും പലതരം അഗഴികളും, അതായത് കിടങ്ങുകളും കണ്ട് അവിടെ കിടക്കുന്ന എന്നത് വളരെ വിഷമമുള്ള കാര്യമാണെന്ന് തൻ്റെ മനസ്സിൽ ആകുലതയോടെ പെട്ടെന്ന് പലവിധ മാർഗങ്ങൾ ആലോചിച്ചു. ഒടുവിൽ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു നിന്നു. രാത്രിയിലെ ഇരുട്ടിൽ രാക്ഷസ നഗരത്തിൽ വളരെ ചെറിയ രൂപമെടുത്ത്, അതായത് പൂച്ചയുടെ വലിപ്പത്തിൽ ആളനക്കമില്ലാത്ത സ്ഥലത്തുകൂടി അകത്തു കിടക്കാമെന്ന് അവൻ വിചാരിച്ചു. തൻ്റെ മനസ്സിൽ രാക്ഷസവംശത്തിൻ്റെ ശത്രുവായ ശ്രീരാമദേവനെ ധ്യാനിച്ചുകൊണ്ട് ദേവന്മാരുടെ ശത്രുവായ രാവണന്റെ ലങ്കാനഗരത്തിലേക്ക് പ്രവേശിച്ചു. സ്വഭാവത്താൽ ഇളകുന്നവനായ ഹനുമാൻ അതിലും വേഗത്തിൽ ഉറച്ച മനോബലത്തോടെ ലങ്കയുടെ വൻമതിലും വലിയ ശരീരരൂപവും മറച്ചു പിടിച്ചുകൊണ്ട് സീതാദേവിയുടെ പാദപദ്മങ്ങളെ തൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അഞ്ജനാപുത്രനായ ഹനുമാൻ വേഗത്തിൽ ഭയമൊന്നുമില്ലാതെ ശരീരം കൊതുകിൻ്റെ വലിപ്പത്തോളം ചെറുതാക്കി തൻ്റെ ഇടതുകാൽ മുൻപിൽ വെച്ച് ലങ്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് അത്യധികം ഭയാനകമായി ഗർജിച്ചുകൊണ്ട് ഒരു രാക്ഷസിയുടെ രൂപമെടുത്ത് പെട്ടെന്ന് ലങ്കയുടെ കാവൽ ദേവതയായ ലങ്കാലക്ഷ്മി മുന്നിൽ വന്നു നിന്നു. നീ ഇവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാലും, ഒറ്റയ്ക്ക് വന്ന നീ ഒരു കള്ളനാണോ? നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. അസുരന്മാരും ദേവന്മാരും മനുഷ്യരും പശുമൃഗാദികളായ ജീവികളും ഞാൻ അറിയാതെ ആർക്കും തന്നെ ഈ ലങ്കയ്ക്കുള്ളിലേക്ക് കടക്കുവാനാകില്ല. ഇപ്രകാരം കടുത്ത വാക്കുകളോടെ അടുത്തെത്തി അവൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ അതിയായ കോപത്തോടെ ഹനുമാനും അവളെ തിരിച്ചടിച്ചു. ശ്രീരാമന്റെ മന്ത്രശ്രേഷ്ഠനായ ഹനുമാന്റെ ഇടതുകൈ മുഷ്ടി കൊണ്ടുള്ള അടിയേറ്റ് അവൾ നിലത്തു വീഴുകയും വായ തുറന്ന് ചോര തൊപ്പുകയും ചെയ്തു. വാനരശ്രേഷ്ഠനായ ഹനുമാനോട് അവൾ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ സ്നേഹിത, നിന്റെ കൈക്കരുത്ത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം എൻ്റെ വിധിയാണ്, ബ്രഹ്മാവ് തന്നെ നിർണയിച്ചതാണ്. ഓ വീര, ഇത് വളരെ മുൻപ് തന്നെ എന്നോട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുള്ളതാണ്. സകല ജഗദധിപതി സനാതനൻ മാധവൻ, എല്ലാ ലോകങ്ങളുടെയും നാഥനായ സനാതനായ വിഷ്ണു ഭഗവാൻ, സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ, സാക്ഷാൽ നാരായണനായ മഹാവിഷ്ണു താമര ഇതൾ പോലുള്ള കണ്ണുകളോടുള്ള ഭൂമിയിൽ അവതരിക്കുമ്പോൾ
24-ാമത്തെ ചതുര്യംഗം എത്തുമ്പോൾ എൻ്റെ പ്രാർത്ഥനയാൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ത്രേതായുഗത്തിൽ ധർമ്മത്തെയും ദേവന്മാരെയും രക്ഷിക്കുന്നതിനായി ജനക മഹാരാജാവിന് മകളായി തൻ്റെ യോഗമായയായ സീതയെ രാവണന്റെ വധത്തിനായി ജനിപ്പിക്കും. താമരക്കണ്ണനായ ഭഗവാൻ കാട്ടിൽ തപസ്സിനായി, അതായത് വനവാസത്തിനായി സഹോദരനും ഭാര്യയ്ക്കുമൊപ്പം കഴിയുന്ന സമയത്ത് പത്തുമുഖനായ രാവണൻ സീതാദേവിയെ തട്ടിയെടുത്ത് ഉടൻ തന്നെ തെക്കേ സമുദ്രം കടന്ന് ലങ്കയിൽ കൊണ്ടുവെക്കുന്ന നാളിൽ വേഗത്തിൽ ശ്രീരാമനുമായി സുഗ്രീവന് സഖ്യബന്ധമുണ്ടാവുകയും തുടർന്ന് സുഗ്രീവന്റെ കൽപ്പന പ്രകാരം എല്ലാ ദിക്കുകളിലേക്കും വാനരന്മാർ സീതയെ തിരയാൻ പോകുന്നതിനിടയിൽ പ്രാപ്തനായ ഒരു വാനരൻ തൻ്റെ അടുക്കലെത്തും. അവനുമായി നീ വഴക്കുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് കഠിനമായ പ്രഹരമേറ്റ് നീ ഭയന്നു പോകും. യുദ്ധസമർത്ഥനായ ആ വാനരനിൽ നിന്നും അടികൊണ്ട് നീ ആ രാമദൂതന് ലങ്കയ്ക്കുള്ളിലേക്ക് കടക്കുവാനുള്ള അനുവാദം നൽകണം. ആ വാനരനിൽ നിന്ന് നിനക്ക് എന്നെങ്കിലും അടി കിട്ടുകയാണെങ്കിൽ നീ ഈ ലങ്ക വിട്ട് വേഗം മടങ്ങിക്കൊള്ളുക എന്ന് ബ്രഹ്മാവും ദയയോടെ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒരു നിമിഷം വൈകാതെ നീ ശ്രീരാമ സുഗ്രീവന്മാരുടെ അരികിലേക്ക് പോയിക്കൊള്ളുക. ഇന്ന് നീ ഈ ലങ്കയെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. സകല രാക്ഷസന്മാരുടെയും അധിപനായ രാവണന്റെ നാശവും അത്യധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ദൂതന്മാരായ ഹനുമാനെ, നിനക്ക് നന്മകൾ വരട്ടെ. യാതൊരു തടസ്സവുമില്ലാതെ നീ പോയി സീതാദേവിയെ കണ്ടുകൊള്ളുക. ദേവന്മാരുടെ ശത്രുവായ രാവണന്റെ മനോഹരമായ അന്തഃപുരത്തിനടുത്തുള്ള മരങ്ങൾ നിറഞ്ഞ ദിവ്യവും മനോഹരവുമായ ഉദ്യാനത്തിൽ, അതായത് അശോകവനികയിൽ പൂതിയ പൂക്കളും ഇലകളും നിറഞ്ഞ ശാഖകളോട് കൂടിയ ശിംശിബ, അതായത് ഇരിപ്പ എന്ന പേരുള്ള മരത്തിന്റെ ചുവട്ടിൽ അത്യധികം ദുഃഖത്തോടെ രാക്ഷസികളുടെ നടുവിൽ സങ്കടത്തോടെ വസിക്കുകയാണെടോ പരിശുദ്ധമായ ശരീരത്തോടു കൂടിയ ജനകപുത്രിയായ സീതാദേവി. നീ വേഗത്തിൽ ദേവിയുടെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് ശ്രീരാമനോട് അറിയിച്ചാലും സമുദ്രം കടന്നു പോകുന്ന നിന്നെ സകല ലോകങ്ങൾക്കും നാഥനായ ശ്രീരാമസ്വാമി കാത്തുരക്ഷിക്കട്ടെ. വായുപുത്രനായ ഹനുമാനെ, അത്യുത്തമനായ മിത്രമേ, നിനക്ക് മംഗളങ്ങൾ ഭവിക്കട്ടെ. ഇപ്രകാരം അതിമനോഹരമായ മധുരവാക്കുകൾ പറഞ്ഞു നിർത്തി ലങ്കയുടെ കാവൽ ദേവതയായ ലങ്കാലക്ഷ്മി അവിടെ നിന്നും അപ്രത്യക്ഷയായി. സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികുടാചലം എന്ന പർവ്വതത്തിന് മുകളിലുള്ള രാവണന്റെ ലങ്കാനഗരത്തിൽ വായുപുത്രനായ ഹനുമാൻ പ്രവേശിച്ചപ്പോൾ ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതാദേവിക്കും രാവണനും ഇടതുഭാഗം, അതായത് ഇടതുകണ്ണും ഇടതുകൈയും നന്നായി സ്പന്ദിക്കുവാൻ, അതായത് വിറയ്ക്കുവാൻ തുടങ്ങി. ജനകപുത്രിയുടെ ഭർത്താവായ ശ്രീരാമന് വലതുഭാഗവും വിറച്ചു. അതുകൊണ്ട് ഒരാൾക്ക്, അല്ലെങ്കിൽ ശ്രീരാമന് അല്ലെങ്കിൽ സീതയ്ക്ക് സുഖവും മറ്റേയാൾക്ക്, അതായത് രാവണന് നാശവും വരും എന്നതിന് ലക്ഷണമായിരുന്നു അത്. അതിനുശേഷം വാനരശ്രേഷ്ഠനായ ഹനുമാൻ ലങ്കയ്ക്കുള്ളിലേക്ക് കടന്നു. അത്യധികം ചെറിയ ശരീരമെടുത്ത് രാത്രി സമയത്ത് സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന ലങ്കയിലെ സകല ഇടങ്ങളിലും ഒരു കോൺ പോലും വിടാതെ തിരച്ചിൽ നടത്തി. രാവണന്റെ രത്നങ്ങൾ പതിച്ച കൊട്ടാരമായിരിക്കാം എൻ്റെ ദേവി ഇരിക്കുന്ന സ്ഥലം എന്ന് വിചാരിച്ചുകൊണ്ട് ഹനുമാൻ സ്വർണവും രത്നങ്ങളും നിറഞ്ഞു ശോഭിക്കുന്ന ആ നഗരത്തിൽ എവിടെയും സീതാദേവിയെ കാണാത്തതുകൊണ്ട് ലങ്കാലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഓർത്തു. ഉടൻ തന്നെ അവിടെയുള്ള മനോഹരമായ കൊട്ടാരങ്ങളും ലങ്കാലക്ഷ്മി പറഞ്ഞ ആ ഉദ്യാന പ്രദേശവും, അതായത് അശോകവനികയിലും തിരയുവാൻ തുടങ്ങി. മനോഹരമായ പൂന്തോട്ടങ്ങളും അമൃതിന് തുല്യമായ ജനമുള്ള കുളങ്ങളും മുത്തുകൾ പതിച്ച മാളികക്കൂട്ടങ്ങളും ഗോപുരങ്ങളും രാവണന്റെ സഹോദരന്മാർ, പുത്രന്മാർ, മന്ത്രിമാർ, സേനാപതികൾ എന്നിവരുടെ വീടുകളും സ്വർണ്ണ മതിലുകളും കോടികൾ പതാകകൾ നിറഞ്ഞവയായിരുന്നു അവയൊക്കെ. രാവണന്റെ അലങ്കൃതമായ രത്നമാളികയുടെ ശോഭ കാണുന്ന സമയത്ത് അഷ്ടദിക്പാലകന്മാരുടെ കൊട്ടാരങ്ങൾ പോലും ഇതിനു മുന്നിൽ തോറ്റുപോകും വിധമുള്ള മനോഹാരിതയായിരുന്നു അത്. കനകമണിരഥ ചിതഭവനങ്ങളിലെങ്ങുമേ, അതായത് സ്വർണവും രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച ആ ഭവനങ്ങൾക്കുള്ളിൽ എവിടെയും സീതാദേവിയെ കാണാത്തതുകൊണ്ട് വീണ്ടും
ചുറ്റിലും തിരിയുന്ന സമയത്ത് പൂക്കളും സുഗന്ധവും പേറിക്കൊണ്ട് വായു ഭഗവാൻ അത്യധികം രഹസ്യമായി ഹനുമാന്റെ കൂടെ ചേർന്ന് വഴികാട്ടി മുന്നോട്ട് കൊണ്ടുപോയി. മനോഹരമായ ഉദ്യാനവും വലിയ വൃക്ഷ ശ്രേഷ്ഠങ്ങളും ഉയർന്നു നിൽക്കുന്ന വലിയ ശിംശിബ വൃക്ഷവും അതിൻ്റെ ചുവട്ടിൽ സകല ലോകങ്ങളുടെയും ഈശ്വരിയായ സീതാദേവിയും വായു ഭഗവാന്റെ വേഗത്തിൽ ഹനുമാൻ കാണിച്ചു കൊടുത്തു. അഴുക്കുപുരണ്ട തലമുടിയും വസ്ത്രങ്ങളും ധരിച്ച് അത്യധികം ദീനയായി ജനകപുത്രിയായ സീതാദേവി അത്യധികം ക്ഷീണിച്ച ശരീരത്തോടെ വസിക്കുന്നു. ഭയത്താൽ വിവശയായി നിലത്ത് കിടന്നും എപ്പോഴും മനസ്സിൽ ഭർത്താവായ ശ്രീരാമദേവനെ തന്നെ ധ്യാനിച്ച് നിശ്ചലയായിരുന്നു. കണ്ണീർ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കെ ഭർത്താവിൻ്റെ നാമമായ രാമ എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ടുമിരിക്കുന്നു. ഭയാനകമായ രാക്ഷസിയുടെ നടുവിൽ സങ്കടത്തോടെ വസിക്കുന്ന ജഗദീശ്വരിയായ നിത്യസ്വരൂപിണിയായ ആ ദേവിയെ കണ്ട് ഹനുമാൻ ആ മരത്തിൻ്റെ മുകളിൽ സാന്ദ്രമായ ഇലക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന് അത്ഭുതത്തോടെ കണ്ണു നിറഞ്ഞ് ആരും കാണാതെ മറഞ്ഞിരുന്നു. സൂര്യവംശനാഥനായ ശ്രീരാമദേവന്റെ പത്നിയായ സീതാദേവിയെ കണ്ട് ആ വാനരശ്രേഷ്ഠൻ ഇപ്രകാരം വിചാരിച്ചു: ലക്ഷ്മി ദേവിയും സകല ലോകങ്ങളുടെയും ഈശ്വരിയുമായ സീതാദേവിയുടെ ഈ രൂപം കണ്ടു ഞാൻ അത്യധികം ധന്യനായി തീർന്നു. സൂര്യകുലപതിയായ ശ്രീരാമന്റെ കാര്യവും യാതൊരു തടസ്സവുമില്ലാതെ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്രകാരം പലതും തൻ്റെ മനസ്സിൽ ആലോചിച്ച് വാനരവീരനായ ഹനുമാൻ അല്പസമയം അവിടെ ഇരിക്കുന്ന സമയത്ത് അസുരശ്രേഷ്ഠനായ രാവണന്റെ കൊട്ടാരത്തിന് പുറത്തുനിന്ന് പെട്ടെന്ന് വലിയ അലർച്ചകളും വാദ്യഘോഷ ശബ്ദങ്ങളും കേൾക്കുവാൻ ഇടയായി. ഇതെന്താണ് എന്ന് ആലോചിച്ച് പെട്ടെന്ന് തളിരിലക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഹനുമാൻ തൻ്റെ ശരീരം മറച്ചു പിടിച്ചു നിന്നു. ദേവന്മാരുടെ ശത്രുവായ പത്തുമുഖൻ രാവണന്റെ വരവ് അത്യധികം അത്ഭുതത്തോടെ വാനരശ്രേഷ്ഠനായ ഹനുമാൻ അതുകൊണ്ട് നോക്കി നിന്നു. അസുരന്മാരുടെയും ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും ഉത്തമന്മാരായ സ്ത്രീകളുടെ കൂട്ടവും അവരുടേതായ അത്ഭുതകരമായ അലങ്കാര ശൃംഗാര വേഷവിധാനങ്ങളും കണ്ട് പത്തുമുഖനായ രാവണന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു: എൻ്റെ ഈ ശരീരത്തിന് നാശം ഭവിക്കുന്നത് എപ്പോഴായിരിക്കും ഭഗവാനെ? സകല ലോകങ്ങളുടെയും നാഥനും സനാതനുമായ തന്മയുള്ളവനുമായ സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും നേരിട്ട് കണ്ടുകൊണ്ട് അവിടുത്തെ കൂർത്ത അമ്പുകളാൽ കഷ്ണങ്ങളാക്കപ്പെട്ട് ഭഗവാന്റെ പരിശുദ്ധമായ പാദപത്മങ്ങളെ പ്രാപിക്കണം. ഭക്തർക്ക് വരമരുളുന്നതും അമൃതാനന്ദം നിറഞ്ഞതുമായ ആ വൈകുണ്ഠധാമം എനിക്ക് എപ്പോഴാണ് ലഭിക്കുക? അതിനായി ഇപ്പോൾ സമയമായി എന്ന് മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയെ തട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാൽ അതിനായി ഒരു വൈഷമ്യവും തോന്നി ശ്രീരാമൻ ഇതുവരെ വന്നില്ലല്ലോ. എൻ്റെ ആയുസ്സിൻ്റെ വിനാശകാലം അപ്പോൾ അടുത്തെത്തിയിരിക്കുന്നു. എൻ്റെ തലയിൽ ബ്രഹ്മാവ് കുറിച്ച മരണസമയം ഉറപ്പായും എത്തിക്കഴിഞ്ഞു. ചിന്തിച്ചു നോക്കിയാൽ അതിൽ യാതൊരു മാറ്റവുമില്ല. ബ്രഹ്മാവിന് പോലും അറിയാൻ സാധിക്കാത്തതാണ് കാലസ്വരൂപനായ ആ പരമേശ്വരന്റെ തത്വം. എപ്പോഴും മനസ്സിൽ ഇപ്രകാരം വിചാരിച്ച് ശ്രീരാമസ്വാമിയെ തൻ്റെ ആത്മാവിൽ നിരന്തരം ധ്യാനിച്ചിരിക്കുമ്പോൾ വാനരശ്രേഷ്ഠനായ ഹനുമാൻ അവിടെ എത്തുന്നതിന് മുൻപായി രാത്രിയിൽ രാവണൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ശ്രീരാമന്റെ കൽപ്പന പ്രകാരം രാത്രി സമയത്ത് എത്തുന്ന ആഗ്രഹിക്കുന്ന രൂപമെടുക്കാൻ കഴിവുള്ള വാനരശ്രേഷ്ഠനെ കുറിച്ച് കണ്ടു. ഭയത്തോടെ ചെറുപ്രാണിയെപ്പോലെ, അതായത് ഉറുമ്പിനെ പോലെ സൂക്ഷ്മ ശരീരത്തോടെ മരത്തിന്റെ മുകളിലിരുന്ന് ലങ്കാനഗരത്തെ നിശ്ചലമായി നിരീക്ഷിക്കുന്നതായും കണ്ടു. വലിയ മരത്തിന് മുകളിലിരുന്ന് വളരെ ആദരവോടെ സീതാദേവിയെ കണ്ട ശ്രീരാമന്റെ വിശേഷങ്ങൾ മുഴുവൻ ദേവിയോട് പറഞ്ഞ് അരുമയായ അടയാളവാക്യവും, അതായത് കണയാഴിയും വേഗത്തിൽ നൽകി ദേവിയെ ആശ്വസിപ്പിച്ച് മടങ്ങും. ആ സമയത്ത് അതറിയാൻ ഞാൻ ചെന്ന് കഠിനമായ വാക്കാകുന്ന അസ്ത്രങ്ങളാൽ അവളിൽ ദുഃഖം വളർത്തും. അതൊക്കെ ആ വാനരൻ ചെന്ന് ശ്രീരാമനോട് മുഴുവൻ അറിയിക്കും. അതുകേട്ട് ശ്രീരാമൻ കോപിച്ച് ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരും. യുദ്ധക്കളത്തിൽ വെച്ച് വളരെ കൂർത്തതായ രാമന്റെ അമ്പുകളേറ്റ് എനിക്ക് ശുഭകരമായ മരണം തീർച്ചയായും സംഭവിക്കും. പരമഗതി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നതിനായി ഉത്തമമായ ഉപദേശമാണിത്.
ആലോചിച്ചു നോക്കിയാൽ എനിക്കിത് അത്രയും ഉറപ്പുള്ള കാര്യമാണ്. ദേവസമൂഹത്തിന്റെ പ്രേരണയാൽ ഇതെല്ലാം സത്യമായി തീരും. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ ഇപ്രകാരം ഫലിക്കുവാറുണ്ട്. തൻ്റെ മനസ്സിൽ ഇപ്രകാരം പല കാര്യങ്ങളും വേഗത്തിൽ ചിന്തിച്ചുറപ്പിച്ച് ഉറച്ച തീരുമാനത്തോടെ രാവണൻ പുറപ്പെട്ടു. സ്വർണവും രത്നങ്ങളും പതിച്ച വളകൾ, തോൾവളകൾ, കാൽച്ചിലങ്കുകൾ, അരഞ്ഞാണം തുടങ്ങിയ ആഭരണങ്ങളുടെ മനോഹരമായ ശബ്ദം അടുത്തു കേട്ട് അത്യധികം ഭയവും ആകുലതയുമുള്ള ഹൃദയത്തോടെ നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അത്ഭുതപ്പെട്ടു. ദേവന്മാരുടെ ശത്രുവും രാക്ഷസന്മാരുടെ രാവണന്റെ വരവ് കണ്ട് സീതാദേവി അത്യധികം ഭയന്നുപോയി. തൻ്റെ മാററ്റവും തുടകളും മറച്ചു പിടിച്ച് ദുഃഖത്തോടെ തല താഴ്ത്തി വിറയ്ക്കുന്ന ശരീരത്തോടെ തൻ്റെ ഭർത്താവായ ശ്രീരാമന്റെ സമാനതകളില്ലാത്ത രൂപത്തെ എപ്പോഴും പരിശുദ്ധമായ മനസ്സോടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാമബാണം കൊണ്ടുള്ള പരവശതയോടെ രാവണൻ സീതാദേവിയുടെ മുന്നിൽ തൊഴുതുകൊണ്ടിരുന്നു. ഇണങ്ങിച്ചേരുന്നതും അതിമധുരമുള്ളതായ വാക്കുകൾ ആനന്ദരൂപിണിയായ സീതാദേവിയോട് രാവണൻ പറഞ്ഞു. സുന്ദരിയായവളെ, കേട്ടാലും നിന്റെ താമരമലർ പോലുള്ള പാദങ്ങളുടെ ദാസനാണ് ഞാൻ. ഉത്തമ സ്വഭാവമുള്ളവളെ, എന്നോട് പ്രസാദിച്ചാലും. സകല ലോകങ്ങളുടെ നാഥനും അസുരന്മാരുടെ അധിപനുമായ എന്നെ കണ്ടിട്ടും നീ എന്തിനാണ് ഇങ്ങനെ നോക്കാതെ ഒളിച്ചിരിക്കുന്നത്? വേഗത്തിൽ അല്പം സന്തോഷത്തോടെ എന്നെ ഒന്ന് നോക്കിയാലും. എൻ്റെ മനസ്സ് മുഴുവൻ നിന്നിലാണെന്ന് നീ മനസ്സിലാക്കിയാലും. അല്ലയോ ദേവി, നിന്റെ ഭർത്താവായ ദശരഥപുത്രനെ, അതായത് രാമനെ ആലോചിച്ച് നോക്കിയാൽ അപൂർവമായി ചില സമയങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. എത്ര കാലം എല്ലാ ദിക്കുകളിലും നന്നായി തിരഞ്ഞാലും വലിയ ഭാഗ്യമുള്ളവർക്ക് പോലും അവനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. സുന്ദരി, ആ ദശരഥപുത്രനെ കൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് നീ തിരിച്ചറിഞ്ഞാലും ഒരു സമയത്ത് അവനൊരു കൃത്യത്തിലും ആശയില്ല. ചിന്തിച്ചു നോക്കിയാൽ അവനൊരു ഗുണവുമില്ല പ്രിയേ. നീ എത്ര തന്നെ മൃദുലമായി എപ്പോഴും അവനെ ആലിംഗനം ചെയ്താലും വളരെ ഭംഗിയായി ഏറെക്കാലം അവൻ്റെ അടുത്ത് വസിച്ചാലും നിന്റെ ഗുണഗണങ്ങളെ അവൻ അളവറ്റ രീതിയിൽ ആസ്വദിച്ചാലും അവന് നിന്നോട് യാതൊരു താല്പര്യവുമില്ല. ഇനി ഒരിക്കലും അവൻ ആർക്കും ഒരു ശരണവുമല്ല. ശക്തിയില്ലാത്ത അവൻ ഇങ്ങോട്ട് വരാൻ പോകുന്നുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. നിന്നെക്കൊണ്ട് അവൻ കീർത്തിയില്ലാത്തവനും കൃതജ്ഞനും ചെയ്ത നന്മ മറക്കുന്നവനും അത്യധികം മമതയില്ലാത്തവനുമായി മാറി. അഹങ്കാരമില്ലാത്തവനെന്ന് തോന്നുമെങ്കിലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവനാണ്. മനോഹരിയായ പ്രിയേ, മാനമില്ലാത്തവനും എന്നാൽ വലിയ പണ്ഡിതനായി നടിക്കുന്നവനുമാണ് അവൻ. സദാസമയവും കാട്ടുവാസികളായ വാനരന്മാരുടെ നടുവിലാണ് അവൻ വസിക്കുന്നത്. ദരിദ്രന്മാരെ ഇഷ്ടപ്പെടുന്നവനും അഹംഭാവമില്ലാത്തവനുമാണ്. ശരീരബോധമില്ലാത്തവനുമാണ് അവൻ. ചണ്ടാളനും ബ്രഹ്മശ്രേഷ്ഠനും അവന് ഒരുപോലെയാണ്. പട്ടികളും പശുക്കളും തമ്മിൽ അവന് യാതൊരു ഭേദവുമില്ല. നിന്നെ എന്നെ പോലെ ഒരു വേട സ്ത്രീയെയും തൻ്റെ ആത്മാവിൽ ചിന്തിച്ചു നോക്കിയാൽ അവനൊരു വ്യത്യാസവുമില്ല പ്രിയേ. ഇവിടെ നിന്നെയും അവൻ തൻ്റെ മനസ്സിൽ മറന്നു കഴിഞ്ഞു. അതിനാൽ ആ ഭർത്താവിനെയും ഓർത്ത് നീ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി മതിയാക്കുക. അവൻ നിന്നിൽ താല്പര്യമില്ലാത്തവനായി മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ നിന്റെ ദാസന്മാരുടെ ദാസനായ എന്നെ നീ ഇന്ന് സ്വീകരിച്ചാലും കയ്യിൽ കിട്ടിയ പരിശുദ്ധമായ ശ്രേഷ്ഠ രത്നത്തെ ഉപേക്ഷിച്ചിട്ട് വെറും ഗ്ലാസ് കഷ്ണത്തെ നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത് മനോഹരി? ദേവന്മാർ, അസുരന്മാർ, നാഗങ്ങൾ, അപ്സരസുകൾ, ഗന്ധർവന്മാർ എന്നിവരുടെ സുന്ദരിമാരായ സ്ത്രീകളുടെ കൂട്ടം സന്തോഷത്തോടെ നിന്നെ പരിചരിച്ചുകൊള്ളും. നിശ്ചയമായും അതിയായ ഭയത്തോടും അളവറ്റ ബഹുമാനത്തോടും കൂടി നീ എൻ്റെ പത്നിയായി ഇവിടെ വസിക്കുകയാണെങ്കിൽ ഇനി നീ വെറുതെ സമയമൊട്ടും കളയരുത്. അല്ലയോ പ്രിയേ, നീ എപ്പോഴും എൻ്റെ ഭാര്യയായി വാണരുളിയാലും. മധുരമായി സംസാരിക്കുന്ന അനേകം സ്ത്രീകൾ നിന്റെ വീട്ടുജോലികൾ ചെയ്യും. മനോഹരിയായവളെ, മൃത്യുദേവനായ കാലനു പോലും എന്നെ പേടിയാണ്. പുരുഷ ഗുണങ്ങളെ നീ മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. ഇന്ദ്രനാൽ പോലും പൂജിക്കപ്പെടുന്ന പുണ്യവാനായ പുരുഷനാണ് ഞാൻ എന്ന് നീ മനസ്സിലാക്കൂ.
സന്തോഷത്തോടെ ദയയോടെ എന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നവനാണ്. സൗജന്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സർവസ്വയമായവളെ, താമരമുഖിയായവളെ, നിന്റെ തൃപ്പാദങ്ങളിൽ വീണു ഞാൻ വന്ദിക്കുന്നു. എന്നെ എപ്പോഴും കാത്തു രക്ഷിച്ചാലും. ഇപ്രകാരം പലവിധത്തിലും രാവണൻ അനുസരണയോടും എളിമയോടും കൂടി പാദങ്ങളിൽ വീണു തൊഴുത് അപേക്ഷിച്ചതിനു ശേഷം ജനകപുത്രിയായ സീതാദേവി രാവണനും തനിക്കുമിടയിൽ ഒരു പുൽക്കൊടിയെടുത്തിട്ട് ദേഷ്യത്തോടെ അത് തൃണസമാനമായി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു: സൂര്യവംശ ശ്രേഷ്ഠനായ ശ്രീരാമനെ ഭയന്ന് നീ സന്യാസിയുടെ വേഷം കെട്ടിവന്ന് ശ്രീരാമനും ലക്ഷ്മണനും കാണാത്ത സമയത്ത് യജ്ഞശാലയിൽ ഹവിസ്, പവിത്രമായ പദാർത്ഥം, ഒരു പട്ടി കവർന്നെടുക്കുന്നത് പോലെ അങ്ങേയറ്റം വിനയം നടിച്ച് ദാർഷ്ട്യശ്രേഷ്ഠത്തോടെ എന്നെ തട്ടിക്കൊണ്ടുവരികയായല്ലോ ചെയ്തത്. 10 മുഖമുള്ള രാവണ, ഇത് നീ ചെയ്ത അങ്ങേയറ്റത്തെ അധർമ്മമാണ്. ഇതിനുള്ള ഫലം നീ തന്നെ ഉറപ്പായും അനുഭവിക്കും. ദശരഥപുത്രന്റെ കഠിനമായ അമ്പുകളേറ്റ് തകർന്ന ശരീരത്തോടെ നീ ഈ ശരീരമില്ലാതെ യമലോകത്തേക്ക് പോകും. ശ്രീരാമൻ വെറുമൊരു മനുഷ്യനാണ് എന്ന് നീ മനസ്സിൽ അല്ലയോ രാക്ഷസ രാജാവേ? നിനക്ക് അഹങ്കാരം കൊണ്ട് തോന്നുന്നുണ്ടാവാം. എന്നാൽ ഉപ്പ് സമുദ്രത്തെ ശ്രീരാമദേവൻ യാതൊരു പ്രയാസവുമില്ലാതെ കടന്നുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിമിഷനേരം കൊണ്ട് കൂർത്തി അമ്പുകൾ പെയ്പ്പിച്ചുകൊണ്ട് ഈ ലങ്കാനഗരത്തെ അല്പസമയം കൊണ്ട് ചാരമാക്കി കളയും. നിന്റെ സഹോദരന്മാർ, പുത്രന്മാർ, മന്ത്രിമാർ, സേനാപതികൾ എന്നിവരോടൊപ്പം നിന്റെ സൈന്യവും തീർച്ചയായും നശിച്ചു പോകും. എല്ലാവരെയും സംരക്ഷിക്കാൻ മിടുക്കനായ ഭഗവാനോട് ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി ബ്രഹ്മാവ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പരമദയാലുവായ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചത്. നിന്നെ വേരോടെ അറുത്തുമാറ്റി നശിപ്പിക്കുന്നതിനു വേണ്ടി തന്നെയാണ് അവിടുന്ന് അവതരിച്ചത്. ഞാൻ ജനക മഹാരാജാവിന്റെ മകളായി പിറന്നതും നിന്റെ വിനാശനത്തിന് കാരണക്കാരിയായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കൊള്ളുക, വേഗത്തിൽ രാമൻ വന്ന് എന്നെ കൊണ്ടുപോവുകയും നിന്നെ കൊന്നൊടുക്കുകയും ചെയ്യും. ഇപ്രകാരം സീതാദേവിയുടെ കഠിനമായ വാക്കുകൾ കേട്ട് അത്യധികം കോപിഷ്ഠനായ രാവണൻ അതിവേഗത്തിൽ ഭയാനകമായ വാളെടുത്ത് ജനകപുത്രിയായ സീതയെ വധിക്കുവാനായി വേഗത്തിൽ വാളോങ്ങി. ആ സമയത്ത് അത്യധികം ദയയോടെ മയന്റെ മകളായ മണ്ഡോദരി തന്റെ ഭർത്താവായ രാവണനെ തടഞ്ഞു നിർത്തി ഇപ്രകാരം പറഞ്ഞു: രാവണ, ഈ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിഞ്ഞാലും എന്റെ വാക്കുകൾ കേട്ടാലും മൂഢനായ പ്രഭു, തെറ്റായ കാര്യങ്ങൾ വകതിരിവില്ലാതെ ചിന്തിക്കരുത്. ഭൂമിയിൽ ഭർത്താവുമായി വേർപിരിഞ്ഞ് അത്യധികം ദീനയായി ക്ഷീണത്തോടെ ശരീരത്തോടെ ദുഃഖിച്ചിരിക്കുന്ന ആ സാധുവായ സ്ത്രീയെ, അതായത് മനുഷ്യ സ്ത്രീയെ വധിച്ചുകൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവുമില്ല. പതിവ്രതാധർമ്മം പാലിച്ചുകൊണ്ട് ഇവിടെ കഴിയുന്ന ഇവൾ രാക്ഷസികളുടെ കഠിനമായ വാക്കുകൾ കേട്ട് അത്യധികം ഭയന്നും തളർന്നും വശം കെട്ടിരിക്കുകയാണ്. പ്രഭു, ധീരന്മാർക്കില്ലാത്ത ദുഷ്കീർത്തി വന്നു ചേരുന്നത് അങ്ങേക്ക് ചേർന്നതാണോ? ദേവന്മാരുടെയും അസുരന്മാരുടെയും നാഗങ്ങളുടെയും അപ്സരസുകളുടെയും സുന്ദരിമാരായ സ്ത്രീകളുടെ വലിയ നിര തന്നെ നിന്റെ വശത്തുണ്ടല്ലോ. രാവണൻ അത്യധികം നാണത്തോടെ മണ്ഡോദരിയുടെ സൗമ്യമായ വാക്കുകൾ കേട്ട് രാക്ഷസികളോട് ശാന്തനായി ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ സംസാരിച്ച് ഇവളെ അനുസരണയുള്ളവളാക്കി മാറ്റുവിൻ. പേടിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടും പല വിധത്തിലുള്ള വികാരങ്ങൾ കാട്ടിയും ജനകപുത്രിയുടെ മനസ്സിന് മാറ്റം വരുത്തുവാൻ ശ്രമിക്കുവിൻ. ഇനി 2 മാസക്കാലം ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം. രാക്ഷസികളോട് ഇപ്രകാരം പറഞ്ഞ് രാവണൻ കോപത്തോടെയും അസൂയയോടെയും തന്റെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോയി. അതികഠിനവും ഭയാനകവുമായ വാക്കുകളാകുന്ന അസ്ത്രങ്ങളേറ്റ് മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു സീതാദേവി. നിങ്ങൾ ചെയ്യുന്ന ഈ അയോഗ്യമായ കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ എന്ന് ആ സമയത്ത് ത്രിജട രാക്ഷസികളോട് വേഗത്തിൽ വിളിച്ചു പറഞ്ഞു. അല്ലയോ രാക്ഷസ സ്ത്രീകളെ, എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുവിൻ. പതിവ്രതയായ ഈ സീതാദേവിയെ നിങ്ങൾ തൊഴുതു വന്ദിക്കുവിൻ. സങ്കടത്തോടെ ഉറങ്ങാൻ കിടന്ന ഞാൻ ഇപ്പോൾ ഒരു വലിയ സ്വപ്നം കാണുകയുണ്ടായി. സകല ലോകങ്ങളുടെയും നാഥനായ ശ്രീരാമദേവനും
ഐരാവതം എന്ന വെള്ളാനകളുടെ മുകളിലേറി വരുന്ന വീരനായ ലക്ഷ്മണനും തീപ്പൊരി ചിതറുന്ന അമ്പുകളുള്ള പെരുമഴ പൊഴിച്ച് യാതൊരു സംശയവുമില്ലാതെ ലങ്കാനഗരത്തെ അപ്പാടെ കത്തിച്ചു ചാമ്പലാക്കുകയും യുദ്ധക്കളത്തിൽ വെച്ച് 10 മുഖനായ രാവണനെ നിഗ്രഹിച്ച് വിജയം നേടി ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷം രാക്ഷസന്മാരുടെ രാജ്യം വിഭീഷണന് നൽകുകയും തന്റെ പത്നിയായ സീതാദേവിയെ മനോഹരമായി ആദരവോടെ അരികിൽ ചേർത്തു നിർത്തി ബഹുമാനത്തോടെ അയോധ്യ നഗരത്തിലേക്ക് തിരികെ എഴുന്നള്ളി അവിടെ വസിക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ ശത്രുവായ 10 മുഖൻ രാവണൻ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നഗ്നരൂപിയായി ചാണകം നിറഞ്ഞ വലിയൊരു കയത്തിൽ വീണ് എള്ളെണ്ണ ശരീരമാസകലം പൂശിത്തേച്ച് അരളിപ്പൂമാല തന്റെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് തന്റെ സഹോദരന്മാർ, മന്ത്രിമാർ, പുത്രന്മാർ, സൈന്യങ്ങൾ എന്നിവരോടൊപ്പം ആ മലിനജലത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്നാൽ രാക്ഷസ കുലപതിയായ വിഭീഷണനാകട്ടെ ഭക്തിയോടെ ശ്രീരാമദേവന്റെ തൃപ്പാദ പത്മങ്ങളെ സേവിച്ച് പ്രശോഭിച്ചിരിക്കുന്നതും കണ്ടു. അതിനാൽ അല്ലയോ രാക്ഷസ സ്ത്രീകളെ, നിങ്ങൾ ദുർബുദ്ധിയും ക്രോധവും ഉപേക്ഷിച്ചാലും ഈ കണ്ട സ്വപ്നം തീർച്ചയായും സത്യമായി സംഭവിക്കുന്ന ഒന്നാണ്. അതിനാൽ സന്തോഷത്തോടെ ദയ കാണിച്ചുകൊണ്ട് ഇനി കുറച്ചു ദിവസത്തേക്ക് യാതൊരു പ്രയാസവും വരുത്താതെ സീതാദേവിയെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. രാക്ഷസ സ്ത്രീകൾ ഇപ്രകാരം ത്രിജടയുടെ വാക്കുകളുടെ ആ ശൈലിയും അർത്ഥവും കേട്ട് അതിയായ അത്ഭുതവും ഭയവും ഉള്ളവരായി തീർന്നു. മനസ്സിൽ ഭയവും തളർച്ചയും നിറഞ്ഞുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. ജനകപുത്രിയായ സീതാദേവിയാകട്ടെ മനസ്സിൽ കഠിനമായ ദുഃഖം നിറഞ്ഞവളായി മാറി. ഇന്നത്തെ പാരായണം അവസാനിച്ചിരിക്കുന്നു. നാളത്തെ ഭാഗത്തിൽ ഹനുമാൻ സീതയോട് സംസാരിക്കുന്നതാണ്. അത് നാളെ വായിക്കാം. നന്ദി, നമസ്കാരം.